ചാനൽ ബയോ സൂപ്പർ സക്സസ്. ഞാൻ ഷീന സലിൻ. NCERT +2 ബയോളജി ടെസ്റ്റിലെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ക്ലാസ് ആണിത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അതുകൂടി കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ പോസ്റ്റ് ചെയ്ത് നോട്ട്സ് എഴുതിയെടുത്ത് പഠിക്കുക. അപ്പോൾ ഇതിനു മുന്നേയുള്ള ചാപ്റ്റേഴ്സ് കാണാത്തവർ അതുകൂടി കാണുക. നിങ്ങൾക്ക് എൻ്റെ ഈ ക്ലാസ് ഉപകാരപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സ്ലൈഡ് പ്രസൻറ്റേഷൻ ആണ്. സോ നിങ്ങൾ ഈ ക്ലാസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. വി ഓൾറെഡി ലേൺഡ് അബൌട്ട് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇൻ ദി ലാസ്റ്റ് ക്ലാസ്. അപ്പോൾ ഏതൊക്കെയാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ വരുന്നത്? എ പെയർ ഓഫ് ഓവറീസ്, എ പെയർ ഓഫ് ഓവിഡക്ട്സ്, യൂട്രസ്, സെർവിക്സ്, വജൈന, എക്സ്റ്റേണൽ ജെനിറ്റാലിയ ആൻഡ് മാമറി ഗ്ലാൻഡ്സ്. അപ്പോൾ ഇവിടെ എക്സാമിന് ചോദിക്കുന്നത് ഇങ്ങനെയാണ്: മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സും മിക്സ് ചെയ്ത് തന്നിട്ട് 2 കോളം ആക്കാൻ ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഓഡ് 1 ഔട്ട് എന്ന് ചോദിക്കും. പിന്നെ ഫിഗർ തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും ലേബിൾ ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്. ഓവിഡക്സിൻ്റെ വേറൊരു പേരാണ് ഫലോപ്പിയൻ ട്യൂബ്സ്. അപ്പോൾ ഇതിൻ്റെ പാർട്സ് ഒക്കെ സ്ഥിരം എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ പാർട്സ് ഏതൊക്കെയെന്ന് നോക്കാം. മെച്ചർ ഓവം ഫസ്റ്റ് ഫോൾസ് ഇൻ ദ അബ്ഡോമിനൽ ക്യാവിറ്റി. Then it passes into the oviduct through a funnel-shaped opening called infundibulum. ഇൻഫണ്ടിബുലത്തിൻ്റെ എഡ്ജസിൽ കാണുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ് ഫിംബ്രിയെ. ദെൻ വൈഡർ പാർട്ട് ഓഫ് ദി ഓവിഡക്റ്റ് കോൾഡ് ആംബുള്ള. ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദി ഓവിഡക്റ്റ് കോൾഡ് isthmus. ഈച്ച് ഓവിഡക്റ്റ് ഈസ് 10 to 12 centimeter long and 0.7 centimeter width. Uterus. The 2 oviducts open into a hollow muscular organ called uterus. Uterus വാളിൽ 3 layers ഉണ്ട്. Outer perimetrium, middle myometrium and inner endometrium. The lumen of the uterus, that is cavity, is lined by a glandular layer called endometrium. ഇപ്പോൾ മെൻസ്ട്രൽ സൈക്കിൾ നടക്കുന്ന സമയത്ത് എൻഡോമെട്രിയം സൈക്ലിക്കൽ ചേഞ്ചസിന് വിധേയമാകുന്നു. മാത്രമല്ല ഫെർട്ടിലൈസേഷൻ നടന്ന ഓവം എൻഡോമെട്രിയത്തിൽ പറ്റിപ്പിടിച്ച് വളരുന്നു. ഫെർട്ടിലൈസേഷൻ നടന്നില്ല എങ്കിൽ എൻഡോമെട്രിയം ബ്രേക്ക് ആവുകയും ബ്ലീഡിംഗ് ഉണ്ടാവുകയും ചെയ്യുന്നു. ദാറ്റ് ഈസ് മെൻസസ് ടേക്സ് പ്ലേസ്. ദ ലോവർ പാർട്ട് ഓഫ് ദി യൂട്രസ് ഈസ് നോൺ ആസ് സെർവിക്സ്. External genital organ of female consists of mons pubis, labia majora, labia minora, hymen and clitoris. Mammary glands. അപ്പോൾ ഇവിടെ എക്സാമിന് സ്ഥിരം ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് മിൽക്ക് ഫ്ലോ ചെയ്യുന്ന പാത്താണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്: ഡ്രോ എ ഫ്ലോ ചാർട്ട് വിച്ച് ഷോസ് ദി പാത്ത് ഓഫ് മിൽക്ക് ഫ്രം ദി ആൽവിയോലൈ ടു ദി മൗത്ത് ഓഫ് ദി ചൈൽഡ്. അപ്പോൾ അതിൻ്റെ ആൻസർ ആൽവിയോലയിൽ നിന്ന് മാമറി ട്യൂബ്, മാമറി ട്യൂബിൽ നിന്ന് മാമറി ഡക്റ്റ്, മാമറി ഡക്റ്റ് വഴി മാമറി ആംബുള്ള, ദെൻ ലാക്ടിഫറസ് ഡക്റ്റ്. Mammary glands are paired structure that contains glandular tissue and fat. Then 15 to 20 mammary lobes are present in this mammary gland. This mammary lobes contains cluster of cells called alveoli. അപ്പോൾ ഈ ആൽവിയോലൈ ആണ് മിൽക്ക് സെക്രീറ്റ് ചെയ്യുന്നത്. ദെൻ മിൽക്ക് ഫ്ലോസ് ത്രൂ മാമറി ഡക്റ്റ് ആൻഡ് ദെൻ മാമറി ആംബുള്ള ആൻഡ് ദെൻ ലാക്ടിഫറസ് ഡക്റ്റ് ത്രൂ വിച്ച് മിൽക്ക് ഈസ് സക്ഡ് ഔട്ട്. ഊജനസിസ് മീൻസ് ഫോർമേഷൻ ഓഫ് ഓവം. അപ്പോൾ എവിടെയാണ് ഊജനസിസ് നടക്കുന്നത്? ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദി ഗ്രാഫിയൻ ഫോളിക്കൽ. അപ്പോൾ ഇവിടെ പ്രൈമോഡിയ ജേം സെൽസ് റിപ്പീറ്റഡ് മൈറ്റോട്ടിക് ഡിവിഷൻ വിധേയമായി ഡിപ്ലോയിഡ് എഗ് മദർ സെൽ അല്ലെങ്കിൽ ഊഗോണിയ ഉണ്ടാകുന്നു. ദെൻ ഊഗോണിയ മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന് പ്രൈമറി ഊസൈഡ്സ് ആയി മാറുന്നു. അപ്പോൾ ഇതും ഡിപ്ലോയിഡ് ആണ്. ദെൻ പ്രൈമറി ഊസൈഡ്സ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടന്ന് 2 അൺഈക്വൽ ഹാപ്ലോയിഡ് സെൽസ് ഉണ്ടാകുന്നു. Larger cell is called secondary oocytes and smaller cell is polar body. Then secondary oocytes second meiotic division നടന്ന് 2 unequal cells ഉണ്ടാകുന്നു. Larger cell is functional ovum and smaller cell is second polar body. അപ്പോൾ ഈ സമയം പ്രൈമറി യൂസേഴ്സ് ഡിവൈഡ് ചെയ്തുണ്ടായ
ഫസ്റ്റ് പോളാർ ബോഡി ഡിവൈഡ് ചെയ്ത് 2 പോളാർ ബോഡീസ് കൂടി ഉണ്ടാകുന്നു. അങ്ങനെ ഒരു ഡിപ്ലോയിഡ് ഊഗോണിയത്തിൽ നിന്ന് ഒരു ഹാപ്ലോയിഡ് ഓവോ ഉണ്ടാകുന്നു. 3 പോളാർ ബോഡീസും ഉണ്ടാകുന്നു. Oogenesis. The process of formation and maturation of ovum is called oogenesis. Firstly, primordial cell produce egg mother cell, that is oogonia. Then oogonia develops into primary oocytes. These are diploid in nature. Then primary oocytes undergo meiotic division and produce 2 haploid unequal cells, larger secondary oocytes and smaller polar body. Then secondary oocytes undergo second meiotic division and produce 2 haploid unequal cells, that is larger functional ovum and smaller second polar body. At this time, first polar body is divided into 2. Hence, during oogenesis, 1 haploid ovum and 3 polar bodies are formed. അപ്പോൾ ഇവിടെ സ്ഥിരം ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കമ്പാരിസൺ ബിറ്റ്വീൻ സ്പെർമാറ്റോജെനസിസ് ആൻഡ് ഊജെനസിസ്. അപ്പോൾ സ്പെർമാറ്റോജെനസിസ് നമ്മൾ പഠിച്ചതാണ് സ്പേം ഫോർമേഷൻ, ദെൻ ഊജെനസിസ് ഓവം ഫോർമേഷൻ. അപ്പോൾ അതിൻ്റെ രണ്ടിനെയും കൂടെ കമ്പാരിസൺ നോക്കുക. Then hormone regulation during oogenesis. The functions of ovary are regulated and controlled by gonadotropin hormones. Then ഏതൊക്കെയാണ് gonadotropin hormones? FSH and LH. Then what is the function of FSH? FSH, that is follicle stimulating hormone, stimulates the growth, development and hormone secretion of Graafian follicle and also the maturation of ovum. Then LH, that is luteinizing hormone, stimulates the rupture of Graafian follicle and ovulation. Then estrogen and progesterone are female sex hormones. Progesterone secrete ചെയ്യുന്നത് കോർപ്പസ് ലൂട്ടിയാണ്. പ്രൊജസ്ട്രോൺ ഓവുലേഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ബട്ട് ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഇംപ്ലാന്റേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് പ്രഗ്നൻസി. ഈസ്ട്രജൻ സ്റ്റിമുലേറ്റ്സ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്. Then structure of ovum. Fully formed female sex cell is known as ovum. അപ്പോൾ ഇത് സ്ഫെറിക്കൽ ഷേപ്പാണ്, നോൺ മൊട്ടൈലാണ്. അപ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ 0.2 millimeter. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ന്യൂക്ലിയസ് ഉണ്ട് ആൻഡ് ആൾസോ ഇറ്റ് ഹാസ് ഡെൻസ് സൈറ്റോപ്ലാസം. ദെൻ ovum is surrounded by 4 membranes. They are plasma membrane, vitelline membrane, zona pellucida and corona radiata. മെൻസ്ട്രൽ സൈക്കിൾ. അപ്പോൾ ഈ ഫിഗറിൽ വേരിയസ് ഈവൻറ്റ്സ് ഡ്യൂറിങ് മെൻസ്ട്രൽ സൈക്കിളാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ ഫിഗർ ഇതുപോലെ തന്നെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഫിഗർ തന്നിട്ട് ഡിഫറെൻറ്റ് ഫേസസ് ലേബൽ ചെയ്യാനാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഫേസസ് എന്ന് നോക്കാം. ഈവൻറ്റ്സ് ഡ്യൂറിങ് മെൻസ്ട്രൽ സൈക്കിൾ. ഫസ്റ്റ് വൺ മെൻസ്ട്രൽ ഫേസ്. അപ്പം നമ്മൾ ഫസ്റ്റ് മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനെയാണ് മെനാർക്ക് എന്ന് പറയുന്നത്. എൻഡോമെട്രിയം ബ്രേക്ക് ചെയ്ത് മെൻസ്ട്രൽ ഫ്ലോ ഉണ്ടാകുന്നു. ദെൻ സെക്കൻഡ് വൺ ഈസ് ഫോളിക്കുലർ ഫേസ്. ഈ ഫേസിൽ പ്രൈമറി ഫോളിക്കിളിന് ഗ്രോത്ത് സംഭവിച്ച് മെച്ചർ ഗ്രാഫിയൻ ഫോളിക്കിളായി മാറുന്നു. ദെൻ തേർഡ് വൺ ഈസ് ഓവുലേറ്ററി ഫേസ്. ഇൻ ദിസ് ഫേസ് ഓൺ ദി 14th day of menstruation ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ആൻഡ് റിലീസ് ഓവം. അപ്പോൾ ഓവുലേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണ് LH. Then last one is luteal phase. In this phase, Graafian follicle transformed into corpus luteum. അപ്പോൾ കോർപ്പസ് ലൂട്ടിയം ഫെർട്ടിലൈസേഷൻ നടക്കാതെ വരുമ്പോൾ ഡീജനറേറ്റ് ചെയ്ത് മെൻസസ് നടക്കുന്നു. അറൗണ്ട് 50 years ആകുമ്പോൾ മെൻസസ് സൈക്കിൾ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇതിനെയാണ് മെനോപാസ് എന്ന് പറയുന്നത്. ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ. മോട്ടൈൽ സ്പേം ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബിലെ ഇസ്തുമസ് ആംബുള്ള ജംഗ്ഷനിൽ എത്തുന്നു. എന്നിട്ട് ഓവവുമായി ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാകുന്നു. അപ്പോൾ സൈഗോട്ട് XX ക്രോമസോമാണ് ക്യാരി ചെയ്യുന്നതെങ്കിൽ അത് ഫീമെയിൽ ബേബി ആകുന്നു. എന്നാൽ XY ക്രോമസോമാണ് ക്യാരി ചെയ്യുന്നതെങ്കിൽ അത് മെയിൽ ബേബി ആകുന്നു. ദെൻ സൈഗോട്ടിന് മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നു, അതായത് ക്ലീവേജ് നടക്കുന്നു. ക്ലീവേജ് നടന്ന് ആദ്യം 2 cells ഉണ്ടാവുന്നു, then 4, then 8 and 16 daughter cells are formed and these daughter cells are called blastomeres.
ദെൻ 8 to 16 ബ്ലാസ്റ്റോമേഴ്സ് ഉള്ള എംബ്രിയോയ്ക്ക് മോറില എന്ന് പറയും. മോറില ഡിവൈഡ് ചെയ്ത് ബ്ലാസ്റ്റോസിസ്റ്റായി മാറുന്നു. ദെൻ മൂവ്സ് ഇൻ ടു യൂട്രസ്. ലേറ്റർ ബ്ലാസ്റ്റോസിസ്റ്റ് ബിക്കം embedded in the endometrium of uterus. This is called implantation and then leads to pregnancy. ബ്ലാസ്റ്റോസിസ്റ്റ്. ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ ഔട്ടർമോസ്റ്റ് ലെയറാണ് ട്രോഫോബ്ലാസ്റ്റ്. ട്രോഫോബ്ലാസ്റ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു പ്ലാസൻഡ. അപ്പോൾ ഇത് എൻഡോമെട്രിയത്തിൽ അറ്റാച്ച് ചെയ്താണ് കാണുന്നത്. ദെൻ ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ ഇന്നർമോസ്റ്റ് ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് ഇന്നർ സെൽ മാസ്. ഇന്നർ സെൽ മാസ് ഡിഫറൻഷിയേറ്റഡ് ആസ് ദി എംബ്രിയോ. അപ്പോൾ ഇവിടെ നിന്നും ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാറുണ്ട്. ഫിഗർ തന്നിട്ട് ഐഡൻറ്റിഫൈ ദ പാർട്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓരോന്നിൻ്റെ ഫങ്ഷൻ മെൻഷൻ ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിൽ വരുന്നത്. അപ്പം നെക്സ്റ്റ് ചാപ്റ്ററുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്കാണ് നെക്സ്റ്റ് ക്ലാസ് ചെയ്യുവാൻ എനിക്കുള്ള മോട്ടിവേഷൻ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഓൾ. ടേക്ക് കെയർ.